ഇരിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനാധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. എബ്രായർ 11:39 ഞാൻ വായിച്ചത്. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. സ്തോത്രം, ഹല്ലേലൂയ. നാം എല്ലാവരും വിശ്വാസികളാണ്. സ്തോത്രം. എന്നാൽ നമുക്കറിയാം, നാം എല്ലാവരും കർത്താവിൽ നിന്ന് വാഗ്ദത്തങ്ങളെ പ്രാപിച്ചിട്ടുള്ളവരാണ്. ഇവിടെ ഇരിക്കുന്ന ആരും ഒരു വാഗ്ദത്തം പോലും ദൈവത്തിൽ നിന്ന് കേൾക്കാത്തവരായി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പലപ്പോഴായി നാം കർത്താവിനെ അറിയുമ്പോഴും അല്ലെങ്കിൽ അതിനു മുന്നേ ഒക്കെ ദൈവം നമ്മളോട് പല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ പ്രവാചകന്മാരിലൂടെ അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെ എല്ലാം കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്തോത്രം ഈ ദൈവിക വാഗ്ദത്തങ്ങളാണ്. കാരണം അത് നമ്മളുടെ പ്രത്യാശയെ ഉറപ്പിക്കുന്നതാണ്, ക്രിസ്തുവിൽ ഓടുവാനുള്ള ധൈര്യം നൽകുന്നതാണ്. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്ന ഒരിക്കലും പട്ടുമത്തെ അല്ല എന്ന് ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും പലപ്പോഴും ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. എന്നാൽ സ്തോത്രം പറയട്ടെ ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. പലപ്പോഴും മടുപ്പുകൾ, നിരാശകൾ, ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവന്നിടുമ്പോൾ, സ്തോത്രം, ശത്രു കൊണ്ടുവന്നിടുമ്പോൾ, സ്തോത്രം, മറന്നു പോകരുതേ, സ്തോത്രം, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് പകൽക്കാലം വിശ്വാസമുണ്ട്? എന്റെ ദൈവം വിശ്വസ്തനാണ്. പലപ്പോഴും നമ്മൾ അവിശ്വസ്തരായി പോയാലും ദൈവിക പദ്ധതിയിൽ നിന്ന് പലപ്പോഴും നമ്മൾ മാറിപ്പോയാലും, സ്തോത്രം, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ പലപ്പോഴും നമ്മൾ മറന്നുപോയാലും, സ്തോത്രം, ഒറ്റ കാര്യം ഞാൻ പറയട്ടെ ദൈവമക്കളെ, സ്തോത്രം, നമ്മുടെ കർത്താവ് നമ്മളെ മറക്കുന്ന ദൈവമല്ല. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തം ഇങ്ങനെയാ, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ മറക്കുകയില്ല. സ്തോത്രം, അത് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ജീവിതത്തിലെ ചില മേഖലകളിൽ ഹല്ലേലൂയ, കർത്താവ് എന്നെ മറന്നോപ്പാ, എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാ കർത്താവെ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ എന്നൊക്കെ ചോദിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, കർത്താവ് നിങ്ങളെ മറന്നിട്ടല്ല കുഞ്ഞെ, കർത്താവ് നിങ്ങളെ ഓർക്കാതിരുന്നിട്ടല്ല കുഞ്ഞെ, മറിച്ച് ദൈവിക വാഗ്ദത്തങ്ങൾ അതിന്റെ പൂർത്തീകരണത്തെത്തുവാൻ, നിങ്ങളുടെ വിശ്വാസത്തിൽ വർധനവുണ്ടാകുവാൻ, നിങ്ങൾ ആ ക്രിസ്തീയ വിശ്വാസം ദൈവം ആഗ്രഹിക്കുന്ന അനുസരണത്തിലും ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലും നടക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ പരിശീലിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, വാഗ്ദത്തങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള വാഗ്ദത്തങ്ങളുണ്ട്. ഭൗമികമായ വാഗ്ദത്തങ്ങളുണ്ട്, ആത്മീകമായ വാഗ്ദത്തങ്ങളുണ്ട്. അതായത് സ്പിരിച്വൽ വാഗ്ദത്തങ്ങളുമുണ്ട്, എർത്തിലി പ്രോമിസസും ഉണ്ട്. ഹല്ലേലൂയ. മനസ്സിലായോ? സ്തോത്രം. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്പിരിച്വൽ പ്രോമിസസിനെ നമ്മൾ എർത്തിലി പ്രോമിസസുമായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും. അവിടെയാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നത്. സ്തോത്രം. നാം ഈ ഭൂമി ജീവിക്കുമ്പോൾ പലപ്പോഴും ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന, നിങ്ങളെ ഞാൻ ഇന്ന രീതിയിൽ അനുഗ്രഹിക്കും, ഇന്ന രാജ്യത്ത് വിടും, അല്ലെങ്കിൽ വലിയ വീട് തരും, അതെല്ലാം ദൈവം പറയുന്ന എർത്തിലി പ്രോമിസസ് ആണ്. ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും ദൈവിക വാഗ്ദത്തങ്ങൾ, അത് സ്പിരിച്വൽ പ്രോമിസ് എന്ന് പറയുന്നത് എബ്രായർ 13:5 പറയുന്നത് പോലെ, സ്തോത്രം, ഞാൻ നിങ്ങളെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, നീ പെരുവെള്ളത്തിൽ കൂടെ നടന്നാലും എന്റെ കരം നിന്നോട് കൂടി. ഇങ്ങനെയുള്ള ദൈവിക സ്പിരിച്വൽ വാഗ്ദത്തങ്ങൾ നാം അതിന്റെ എർത്തിലി പ്രോമിസസ് ആയി കണ്ട് അതിനെ മിസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം പരാജയമായി തീരും. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്തോത്രം, ദൈവത്തിന്റെ വാഗ്ദത്തം തരാതെ, ദൈവിക വാഗ്ദത്തം ഇല്ലാതെ കർത്താവ് ആരെയും ഈ വിശ്വാസ ജീവിതത്തിലോട്ട് വിളിച്ചിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ വാഗ്ദത്തങ്ങൾ എങ്ങനെയാണ് നാം തിരിച്ചറിയുന്നത്? അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാനൊരു സിസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ ഒത്തിരി ഡിപ്രസ്ഡ് ആയ ഒരു വ്യക്തിയാണ്. സ്തോത്രം, ഒത്തിരി ഡിപ്രസ്ഡ് ആയ ഒരു വ്യക്തി, അവരുടെ മാരീഡ് ലൈഫൊക്കെ ഒത്തിരി തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പല കാര്യങ്ങൾ ആ സിസ്റ്റർ എന്റെ അടുത്ത് ചോദിച്ചു, പലതിനും എനിക്ക് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, അവർ ചോദിക്കുന്നത് വളരെ വ്യക്തതയുള്ള കാര്യങ്ങളാണ്. കാരണം ജീവിതത്തിൽ അവർ ജനിച്ച നാള് മുതൽ ഇപ്പൊ ഒരു 30 above years ആയി, എന്നാൽ പോലും ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിച്ചിട്ടില്ല, സമാധാനം അനുഭവിച്ചിട്ടില്ല. വിവാഹം കഴിഞ്ഞിട്ടും അവിടെയും സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത വല്ലാത്തൊരു പ്രതിസന്ധിയിലായി. എന്റെ ജീവിതത്തിൽ മാത്രം എന്തോ സിസ്റ്റർ ഇങ്ങനെയെന്ന് എന്റെ അടുത്ത് ചോദിപ്പാനിടയായി. സ്തോത്ര. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയാം, പലപ്പോഴും നമ്മളും ഇങ്ങനെയെല്ലാം കർത്താവിനോട് ചോദിച്ചിട്ടില്ലേ? അല്ലെ, പലപ്പോഴും നമ്മളോട് തന്നെ ചോദിച്ചിട്ടില്ലേ? ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, സ്തോത്രം, തമ്പുരാൻ ഇതൊന്നും കാണാതിരിക്കുന്ന ദൈവമല്ല കേട്ടോ. നാം ചോദിക്കുന്ന നിസ്സാര ചോദ്യങ്ങൾ പോലും ഹല്ലേലൂയ തമ്പുരാൻ കേൾക്കുന്ന ദൈവമാണ്. ഈ പകൽക്കാലം നാം വിശ്വസിക്കണം. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, ദൈവിക വാഗ്ദത്തങ്ങളുടെ യാത്ര നമ്മളിൽ ആരംഭിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം, അത് നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. ഹല്ലേലൂയ.
കഴിഞ്ഞ ദിവസം ഞാനും ഇച്ചാനും ഇങ്ങനെ സംസാരിച്ചപ്പോ ഞങ്ങളുടെ ഇളയ കുഞ്ഞ്, അവള് ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര പാമ്പറിങ് ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞ്. അവള് എപ്പൊ ഞങ്ങൾ ഇരുന്നാൽ ഓടി വന്ന് മടിയിലിരിക്കും. പക്ഷെ മൂത്തയാൾ അത്രയല്ല, അവൻ കുറച്ച് അകലം വിട്ടാ നിൽക്കത്തുള്ളൂ. സ്തോത്രം. പക്ഷെ ആസ് എ പാരന്റ്സ് ഞങ്ങൾക്ക് രണ്ടുപേരോട് ഒരുപോലെ സ്നേഹമാ. പക്ഷെ നമുക്കറിയാം ആ കുഞ്ഞ് എപ്പോഴും വന്ന് മടിയിലിരിക്കുകയും നമ്മൾ അങ്ങോട്ട് ചോദിക്കാനും ഇങ്ങോട്ട് ഉമ്പ തരുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് അവളെ കൂടുതൽ സ്നേഹിക്കാനും, അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിനെ കുറിച്ചാണ് പറയുന്നത്, അവളോട് ആ സ്നേഹം പ്രകടിപ്പിക്കാൻ ഇടയായിത്തീരും. ഞാൻ പറഞ്ഞു വന്നത്, സ്തോത്രം, നമ്മുടെ ദൈവം സ്നേഹവാനായ ദൈവമാണ്. പക്ഷേ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ആ കുഞ്ഞിനെ പോലെ ദൈവസന്നിധിയിൽ എപ്പോഴും പോയി ഇരിക്കണമെന്നും അപ്പനോട് ആ സ്നേഹം പങ്കിടണമെന്നും അപ്പന്റെ സന്നിധിയിൽ ഇരിക്കാനുള്ള ഒരു മനസ്സ്, ഹാലലൂയ, കർത്താവ് ആഗ്രഹിക്കുന്നതാ. ഹാലലൂയ. നാം വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നില്ലെങ്കിലും കർത്താവിന്റെ സന്നിധി വന്നിരിക്കുവാൻ, നമ്മുടെ ഹൃദയത്തെ പകരുവാൻ, നമ്മുടെ വിശേഷങ്ങളൊക്കെ അപ്പനോട് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്തോത്രം. നിങ്ങളെല്ലാം ഹാലയിൽ കുഞ്ഞുങ്ങളുള്ളവരാ അല്ലെങ്കിൽ കേൾക്കുന്നത്. സ്തോത്രം. അങ്ങനെ ഉള്ളവരൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ കുഞ്ഞുങ്ങൾ ഹാല നമ്മുടെ അടുത്ത് വന്ന് അതുപോലെ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുമ്പോൾ ഹാലലൂയ, അപ്പൻ നമ്മുടെ സ്നേഹം അവർക്ക് മുഴുവൻ പങ്കിടാൻ ഇടയായി തീരും. വലിയൊരു ബന്ധം, വലിയൊരു ഇന്റിമസി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ദൈവം ആഗ്രഹിക്കുന്ന ഇതാ. ദൈവിക വാഗ്ദത്തങ്ങളുടെ താക്കോൽ തുറക്കപ്പെടുന്നത് ഇവിടെയാ. സ്തോത്രം. ആ ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാതെ ആഴത്തിലുള്ള ഒരു ബന്ധം, അതൊരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ ഹാലയിലെ ദൈവിക വാഗ്ദത്തങ്ങളുടെ തുറക്കപ്പെടുന്നത് ദാറ്റ് ഈസ് ഒരു പേഴ്സണലൈസ്ഡ് ഒരു ഡിവൈസിലാണ്, അല്ലെങ്കിൽ നമുക്കറിയാം ഇന്നിപ്പോ ഒരുപാട് ലേണിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ബൈജൂസ് ഒക്കെ തുടങ്ങി പല രീതിയിലുള്ള ലേണിംഗ്, അതൊക്കെ പേഴ്സണലൈസ്ഡ് ആണ്. ഒരു വ്യക്തികൾ കേന്ദ്രിതമായി അവർക്ക് അയോജ്യമായ രീതി രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഇതുപോലെയാ ദൈവിക വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നത്. ഐഡാന്റിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൈവം ഐഡാന്റിക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് സ്പെഷ്യലായിട്ട് കർത്താവ് ചെയ്തിട്ടുള്ളതാ. സ്തോത്രം. അത് ദൈവത്തിന് മാത്രം അറിയാവുന്ന മർമ്മമാണ്. അപ്പൊ ആ വാഗ്ദത്തത്തിലൂടെ എങ്ങനെ യാത്ര ചെയ്യണമെന്ന് ദൈവം തമ്പുരാൻ മാത്രമേ അറിയത്തുള്ളൂ. അത് ദൈവം മറ്റാർക്കും അറിയിക്കുന്നില്ല. അതിലൂടെ പോകേണ്ട കടമയും നമ്മൾക്ക് മാത്രമാണ്, ഐഡാന്റിക്ക് മാത്രമാണ്. സ്തോത്രം. ഈ പറഞ്ഞ പോലെയാണ് വാഗ്ദത്തങ്ങൾ ദൈവം എല്ലാവർക്കും പേഴ്സണലൈസ് ചെയ്യുന്ന കാര്യമാണ്. അത് നാം തിരിച്ചറിയണം. ഹാലലൂയ. അവിടെ നാം പരാജയപ്പെടരുത്. കർത്താവ് എന്നെയും എന്റെ കുടുംബത്തെയും കുറിച്ചുള്ള, അല്ലെങ്കിൽ എന്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള വാഗ്ദത്തം എന്താ കർത്താവേ എന്ന് നാം ഇതുവരെ ചോദിച്ചിട്ടില്ലെങ്കിൽ ദൈവത്തോട് ചോദിച്ചു തുടങ്ങിക്കേ. ഹാലലൂയ. കാര്യം ദൈവം അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. സ്തോത്രം. അത് വെളിപ്പെടുത്തുമ്പോൾ സ്തോത്രം, നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഹാലലൂയ സ്മൂത്ത് ആയിട്ട് പോകാനിടയോ. പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, പ്രതികൂലങ്ങൾ വരാതിരിക്കുന്നുണ്ടല്ല, മറിച്ച് ഹാലലൂയ അതിന്റെ സ്വസ്ഥത കർത്താവ് നമുക്ക് നൽകി തരും. കഴിഞ്ഞ ദിവസം ദേവദാസി എന്റെ അടുത്ത് ഇങ്ങനെ പറയാനിടയായി. സ്തോത്രം. ഞങ്ങൾ സംസാരിച്ചപ്പോ വന്നൊരു കാര്യമാണ്, ദൈവഹിതത്തിൽ നാം യാത്ര ചെയ്യുമ്പോൾ സ്തോത്രം, കൊടുങ്കാറ്റുകൾ വരും, പ്രശ്നങ്ങൾ വരും. പക്ഷെ എല്ലാറ്റിലും ഉപരി അതിന്റെ നടുക്കൊരു ഇന്നർ പീസ് നമ്മളെ പൊതിയും. ഹല്ലേലൂയ. അത് എത്ര പേർ അനുഭവിച്ചിട്ടുണ്ട് ദൈവമക്കളെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാം അനുഭവിക്കാത്തൊരു ഇന്നർ പീസ്, ഒരു വലിയ സമാധാനം നമ്മുടെ അന്തരാത്മാവിൽ ദൈവഹിതത്തിന്മേൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. അത് അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ധൈര്യത്തോടെ പറയാൻ കാര്യം, പലപ്പോഴും ദൈവഹിതത്തിനു വേണ്ടി നിന്നിട്ടും പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളൊക്കെ വരുമ്പോഴും ഹല്ലേലൂയ താണു വീണ് പോകും കർത്താവെ, അല്ലെങ്കിൽ ഈ തീയിൽ ഞാൻ ഉരുകി പോകുമെന്നൊക്കെ ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ വരും. പക്ഷേ ഹല്ലേലൂയ അപ്പോൾ എവിടുന്നോ ഇല്ലാത്തൊരു ധൈര്യം, എവിടുന്നോ ഇല്ലാത്തൊരു ആത്മവിശ്വാസം, ഹാലലൂയ, അത് എവിടുന്നാ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത് ദൈവഹിതമായതുകൊണ്ടാ. സ്തോത്രം, സ്തോത്രം. ഈ പകൽക്കാലം അത് തിരിച്ചറിയുന്ന ദൈവങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന ചില കാര്യങ്ങൾ ഹാലലൂയ നമ്മുടെ കൈവിട്ടു പോകുമെന്ന് രഗന ഹരുരി ഘടക ശാന്തലെ റീബാലാവന്റെ കാല് തെറ്റിപ്പോകുമെന്ന് റിഗലഹസ്ത ജീവൽ കൗഡ രഗനഹസ്തെ തോന്നിയ സാഹചര്യങ്ങളിൽ നിങ്ങൾ പോലും അറിയാതെ ഒരു സ്വാന്തന കരം നിങ്ങളെ ചുറ്റിയിരുന്ന് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ പോലും അറിയാതെ നാലാമനായി തീയിലിറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം നിങ്ങളെ മൂടിയത് കൊണ്ട് റിഗനഹസ്തെ മറ്റുള്ളവർക്ക് മുമ്പിൽ ചോദ്യചിഹ്നമായി മാറേണ്ട സാഹചര്യങ്ങളില് ഹാലേലൂയ ദൈവനാമം ദുഷിക്കപ്പെടേണ്ട സാഹചര്യങ്ങളില് നിങ്ങളെ നിർത്തിയത് അവന്റെ പർപ്പസിനകത്ത് നിങ്ങളായിരുന്നത് കൊണ്ടാ. ഹാലേലൂയ. എത്ര പേർക്ക് ഈ പകൽക്കാല കർത്താവിനെ അതിനോർത്ത് സ്തോത്രം ചെയ്യാൻ പറ്റും? പിശാചിന് ഏറ്റവും ഭയമുള്ള കാര്യം ദൈവഹിതത്തിനനുസരിച്ച് യാത്ര ചെയ്യുന്നവനെയാണ്. അതുകൊണ്ട് വചനം പറയുന്നത് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും
യഹോവ അവനെ വിടുവിക്കും. യഹോവ അവനെ വിടുവിക്കും. ഈ പകൽക്കാലം പറയണം, ചില പ്രയാസങ്ങളെ നോക്കി എന്റെ യേശു എന്നെ വിടുവിക്കും. ഹാലേലൂയ. ഞാൻ ഇതിലൂടെ കടന്നു പോകുന്നു. ഹാലേലൂയ. ഞാൻ ഇതിലൂടെ കടന്നു പോകും, പക്ഷേ ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരും. കാരണം എന്റെ യേശു എന്നെ വിടുവിക്കുന്ന ദൈവമാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തിൽ വളരെ ഫെയ്ത്ത് ഉള്ള പലരെയും പറയാനായിട്ട് സാധിക്കും. ഹാലേലൂയ. കാരണം അവർക്ക് ദൈവത്തിന്റെ കരുതലുകൾ അവരുടെ ജീവിതത്തിലെ പല മേഖലകൾ അനുഭവിച്ചിട്ടുള്ളവരാ. ഫോർ എക്സാമ്പിൾ ജോർജ് മുള്ള എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, സ്തോത്രം, ഹാലേലൂയ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി വളരെ അധ്വാനിച്ചൊരു ദൈവ പൈതല, സ്തോത്രം. തന്റെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിന്റെ പ്രോവിഡൻസ് വളരെ അത്ഭുതകരമായ രീതിയിൽ ആ ഗോഡ്ലി ഫെയ്ത്ത് മൂലം അനുഭവിച്ച ഒരു മനുഷ്യനാണ്. സ്തോത്രം. ഞാനിത് പറയാൻ കാര്യം, ഈ പകൽക്കാലം ചിലരുടെ ജീവിതത്തില് ദൈവം ചില അസാധാരണ കാര്യങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുക. നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല, നിങ്ങളെ കൊണ്ട് അസാധ്യമെന്ന് കരുതുന്ന ചില മേഖലകളില് ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുത്തി ദൈവം നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് വിശ്വാസത്തിൽ നിങ്ങൾ ഉറക്കേണ്ടത് ആവശ്യമാ. നിങ്ങൾ അല്പം കൂടി ഫെയ്ത്തിൽ കടന്നു വരേണ്ടത് ആവശ്യമാ. ജോർജ് പിള്ളർ അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓർഫനേജ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് താൻ വിശ്വാസത്താൽ തന്നെ മിനിസ്റ്ററി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ദൈവദാസന, സ്തോത്രം. താൻ ആരോടും പൈസ ചോദിച്ചിട്ടില്ല, താൻ ആരോടും പൈസ ചോദിക്കുന്ന സ്വഭാവമില്ല. എല്ലാം കർത്താവ് കരുതിക്കൊള്ളുന്നുള്ള ഒരു വിശ്വാസമുള്ള ഒരു ദൈവഭക്തനായിരുന്നു. ഒരു ദിവസം ഓർഫനേജിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനില്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ തന്റെ അവിടെയുള്ള ആളുകൾ വന്ന് പറഞ്ഞു, ഇന്ന് ഫുഡ് കൊടുക്കാനില്ല, നാം എന്ത് ചെയ്യും? സ്തോത്രം. പെട്ടെന്ന് ആ ദൈവമനുഷ്യൻ കുഞ്ഞുങ്ങളിൽ ഏകദേശം 300ഓളം കുഞ്ഞുങ്ങളെ വിളിച്ചു ഡൈനിങ് ടേബിളിൽ ചുറ്റും അവിടെ ഇരുത്തുവാൻ ഇടയായി തീർന്നു. എന്നിട്ട് പറഞ്ഞു, സ്തോത്രം, നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് കരുതും. ഹാലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, അത്ഭുതം എന്ന് പറയട്ടെ, ചില നിമിഷങ്ങൾക്ക് വിതിൻ മിനിറ്റ്സ്, ഹാലേലൂയ, ആ ബ്രെഡും മിൽക്കും അവിടെ എത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന്റെ അത്ഭുത ഇന്റർവെൻഷൻ അവർക്ക് അനുഭവപ്പെട്ട ഇടയായി തീർന്നു. ഒരു മിൽക്കുമായിട്ട് പോയ ഒരു വണ്ടി അവിടുന്ന് പെട്ടെന്ന് അപകടത്തിൽപ്പെട്ട് ആ സ്ഥാപനത്തിന് മുമ്പിൽ നിർത്തേണ്ടതായിട്ട് വന്നു. സ്തോത്രം. ഹാലേലൂയ. അതെവിടെ കൊടുക്കും? ഹാലേലൂയ. അവര് നേരെ ഈ ഓർഫനേജിന്റെ ഉള്ളിലോട്ട് കടന്നു വന്ന് ആ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ഫുഡും കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ, സ്തോത്രം, ഹാലേലൂയ, പാലും ഒക്കെ അവിടെ വിതരണം ചെയ്യാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞു വന്നത്, സ്തോത്രം, നാം ദൈവഹിതത്തിനനുസരിച്ച് യാത്ര ചെയ്യുമ്പോൾ പ്രതിസന്ധികൾ എന്തുമായിക്കോട്ടെ, പ്രതികൂലങ്ങൾ എന്തുമായിക്കോട്ടെ, സ്തോത്രം, തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരണം അതിശയകരമായി നമുക്ക് വെളിപ്പെടും. ഹാലേലൂയ. എന്നാൽ ഈ പകൽക്കാലം ചോദിക്കട്ടെ, പലപ്പോഴും ദൈവഹിതത്തിൽ നിന്ന് മാറി നാം യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടില്ല. ഒരുപക്ഷെ നമ്മുടെ അറിവില്ലായ്മ മൂലം അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ മൂലം പലപ്പോഴും നമുക്ക് സംഭവിക്കാറുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, സ്തോത്രം, നീ ദൈവവുമായി കണക്റ്റഡ് ആയ വ്യക്തിയാണെങ്കിൽ, ദൈവമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പൈതലാണെങ്കിൽ, സ്തോത്രം, ദൈവം നിങ്ങളുടെ റൂട്ടിനെ റീഡയറക്ട് ചെയ്യുന്ന ദൈവമാണ്. ഒരാളുടെ എക്സാമ്പിൾ ഞാൻ പറയാം. യോനയുടെ ജീവിതം നമുക്ക് എല്ലാവർക്കും അറിയാം. യോനയുടെ ദൈവം പറഞ്ഞു നിനവയിലോട്ട് പോകാൻ, പക്ഷെ യോന നേരെ തർശീസിലോട്ടാ പോയത്. പക്ഷെ നോക്കിക്കേ, കൊടുങ്കാറ്റ് വന്നു. സ്തോത്രം. യോനയെ തകർക്കാനായിരുന്നില്ല കേട്ടോ. പ്രതിസന്ധി പൊങ്ങി വന്നു. യോനയെ തകർക്കാനായിരുന്നില്ല, മറിച്ച് ദൈവ പദ്ധതിയിലോട്ട്, ദൈവത്തിന്റെ പ്ലാനിലോട്ട് യോനയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ കൊടുങ്കാറ്റ് ദൈവം അനുവദിച്ചത്. സ്തോത്രം. ആ കപ്പൽ തകരുന്ന നിലവാരത്തില് അവിടെയുള്ള എല്ലാവരും അത് അനുഭവിക്കാൻ ഇടയായിത്തീർന്നു. പക്ഷെ ആ ഒറ്റ ദൈവ പൈതലിനെ കരുതിയിട്ട് ദൈവം അവിടെ ആ കൊടുങ്കാറ്റ് അവനെ ആ ദൈവ പദ്ധതിയിലോട്ട് മടങ്ങിക്കൊണ്ടുവരുവാനാ. അങ്ങനെയെങ്കിൽ പറയട്ടെ, നാം ഓരോരുത്തരും ദൈവത്തിന് എത്ര വിലയേറിയവരാ. ദൈവം നമ്മുടെ ജീവിതത്തിൽ പകർന്നിട്ടുള്ള ആ പേഴ്സണലൈസ്ഡ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്ലാനുകളെ കുറിച്ച് തമ്പുരാന് വലിയ വിലയുണ്ട് കേട്ടോ. പലപ്പോഴും നാം അതിന് വിലയായിട്ടുള്ളത് കാണും. നാം നമ്മിലോട്ട് നോക്കിയിട്ട്, നമ്മുടെ സാഹചര്യങ്ങളെ നോക്കിയിട്ട് നാം നമ്മെ തന്നെ വിലയിടും. പക്ഷേ ഈ പകൽക്കാലം തിരിച്ചറിയണം, എന്റെ കർത്താവിനും നാം ഓരോരുത്തരും വലിയ വലിയ വിലയേറിയവരാ. സ്തോത്രം. ഹാലേലൂയ. പകൽക്കാലം പറയട്ടെ, ലോകം നിങ്ങളെ നോക്കി, അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലിയിലുള്ളവർ നിങ്ങളെ നോക്കി മറ്റു പലതും പറഞ്ഞെന്നിരിക്കാം, വിലയില്ലാത്തവരെ കണ്ടെന്നിരിക്കാം. ഹാലേലൂയ. എന്നാൽ ഈ പകൽക്കാലം തിരിച്ചറിയണം, മറ്റുള്ളവർ പറയുന്ന വ്യക്തിയല്ല നിങ്ങൾ. കർത്താവ് നിങ്ങളെ കുറിച്ച് എന്ത് പറയുന്നു, അതാണ് നിങ്ങൾ. സ്തോത്രം. മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് പറയുന്ന വ്യക്തിയല്ല. യേശുവിന്റെ നാമത്തിൽ മറ്റുള്ളവർ പറയുന്ന കേട്ട് മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ നാം ജീവിക്കരുത്.
സ്വർഗം പ്രസാദിക്കുന്ന രീതി. കാരണം സ്വർഗമാണ് നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയേണ്ടത്. നാം വായിച്ച വചനം ഇങ്ങനെയാ. ഹാലേലൂയ. ആ ദൈവഭക്തന്മാരെല്ലാം എബ്രായരുടെ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അബ്രഹാം തുടങ്ങിയ വലിയ വിശ്വാസ വീരന്മാരെ പട്ടിക ഇവിടെ പറയുന്നുണ്ട്. ആ പറയുന്ന ഇങ്ങനെ, അവരെല്ലാവരും സ്തോത്രം ഹാലേലൂയ ദൈവഹിതപ്രകാരം ജീവിച്ചു, ദൈവ സാക്ഷ്യത്തിൽ ജീവിച്ചു, പക്ഷെ വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചില്ല എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് മീനിങ് അല്ല. അവർ കാത്തിരുന്നൊരു വാഗ്ദത്തമുണ്ട്. അവർ ഈ ഭൂമിയിൽ അവർക്ക് പ്രാപിക്കാൻ കഴിയാതെ പോയ ഒരു വാഗ്ദത്തമുണ്ട്. അത് മറ്റൊന്നുമല്ല, ആ സ്വർഗീയ നഗരമാണ്. റിഗന ഹതുരിഗട ഗശഗന അരഗന അരഗന അതുരിഗട. ഞാൻ പറയുന്നതിന്റെ പൊരുൾ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവം നാമെ ഓരോരുത്തരെയും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ആ നിത്യ നാടിനു വേണ്ടിയിട്ടാണ്. സ്തോത്രം. നാം ഈ ഭൂമിയില് ഹാലയിലെ നിസ്സാര വിഷയങ്ങളെ പിശാചി തട്ടി 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 കളഞ്ഞ് നമ്മുടെ ആത്മീയ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നാം ഓരോരുത്തരും നിത്യനെ കാണണമെന്ന കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, സ്തോത്രം, ഹാലൽ അബ്രഹാമിനെ കുറിച്ചും ഹാലൽ ഇസഹാക്കിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും അല്ലെങ്കിൽ ഹാലൽ ഡേവിഡിനെ കുറിച്ചും എല്ലാം നാം പഠിക്കുമ്പോൾ സ്തോത്രം, ദൈവം കൊടുത്ത മിഷൻ അനുസരിച്ച് ഹാലൽ സാക്ഷ്യത്തോടെ ജീവിക്കുവാൻ, വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ വരുവാൻ ദൈവം വരെ ഇടയാക്കിയെങ്കിൽ ഈ പകൽക്കാലം സ്വർഗം നമ്മളെ ഓരോരുത്തരും നോക്കിക്കൊണ്ടിരിക്കുക. ദൈവം അനുവദിച്ച ആ പേഴ്സണലൈസ് ആയിട്ടുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിലാണോ, ആ ഒരു വാഗ്ദത്തത്തിലാണോ, ആ ട്രാക്കിലാണോ നാം പോകുന്നതെന്ന് സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുക. ഹാലേലൂയ. അതിൽ നിന്ന് നാം വ്യതിചലിക്കുന്നുണ്ടെങ്കിൽ ഹാലേലൂയ ദൈവത്തിന്റെ കരം ഹാലേലൂയ നമുക്ക് പുറകെ ഉണ്ടെന്ന് മറക്കരുത്. നാം ഇങ്ങനെ ഇങ്ങനെയാ പറയുന്നത്, സ്തോത്രം, ഹാലേ ദൈവത്തിന്റെ വഴിയെ പോകുമ്പോൾ ഹാലേലൂയ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ അല്ല ബാക്കി എല്ലാം ഹാലേലൂയ നമ്മളോട് ആഡ് ചെയ്യപ്പെടുമെന്ന വചനം പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഹാല ലഭിക്കാത്ത നന്മകളെ ഓർത്ത് നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അനുഗ്രഹങ്ങളെ ഓർത്ത് നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം പറഞ്ഞ റൂട്ടിൽ നാം യാത്ര ചെയ്യുമ്പോൾ സ്തോത്രം തീർച്ചയായും അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആഡ് ചെയ്യപ്പെടും. ഹാലേലൂയ. ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ ദൈവസ്ഥനെ ചിന്തിക്കാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. അബ്രഹാമിന്റെ ജീവിതം നമുക്കെല്ലാം സുപരിചിതമായ ജീവിതം അബ്രഹാമിന്റെ ജീവിതം. അബ്രഹാം വളരെ കാത്തിരുന്ന് തന്റെ 100-ാമത്തെ വയസ്സില ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം ഹാലലൂയ അബ്രഹാമിന്റെ ജീവിതത്തിൽ നിറവേറപ്പെടുന്നത്. സ്തോത്രം. നമുക്കറിയാം ഒരു സാധ്യതയും ഇല്ലാത്ത സമയത്ത് ദൈവിക വാഗ്ദത്തം അബ്രഹാമിന്റെ ജീവിതത്തിൽ നിറവേറപ്പെടാൻ ഇടയായി തീർന്നു. എന്നാൽ നോക്കിക്കേ, ദൈവമായ കർത്താവ് പിന്നെ അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം, എന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് വേണ്ടി യാഗം കഴിക്കുവാൻ. അബ്രഹാം ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ദൈവം ആവശ്യപ്പെട്ടത്. സ്തോത്രം. ഹാലേലൂയ. നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ അബ്രഹാം അത് ചെയ്യുവാൻ തക്കണം ഇടയായിത്തീരുന്നു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ദൈവം ഇപ്രകാരം ഒരു വാക്യമുണ്ട്. സ്തോത്രം. ഹാലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 12:24 ഇങ്ങനെയാ പറയുന്നത്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ അത് വളരെ വിളവ് ഉത്പാദിപ്പിക്കും. വിളവ് പുറപ്പെടുവിക്കും. സ്തോത്രം. സ്തോത്രം. അതായത് സ്വദേശി കർത്താവ് യവനന്മാരോട് പറയുന്ന ഒരു കാര്യമായത് അവർക്ക് അതിന്റെ ആഴത്തെ മനസ്സിലാക്കില്ല, ആ മർമ്മത്തെ അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഈ പകൽ ഞാനൊരു കാര്യം പറയാം. സ്തോത്രം. ഗോതമ്പ് മണി നിലത്ത് വീണ് അത് ചാകുമ്പോഴാ സ്തോത്രം അതിൽ നിന്ന് പുതിയൊരു ഹാലേലൂയ സസ്യം മുളച്ചു വരുന്നത്. ഇതുപോലെ ആയിരിക്കണം ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തില്. സ്തോത്രം. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ നമ്മുടെ ജീവിതത്തില് അതിനെ ചാകാൻ നാം അനുവദിക്കണം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു, അബ്രഹാമിന്റെ ജീവിതത്തോട് ചേർത്ത് പറഞ്ഞാൽ, അബ്രഹാമിനോട് ദൈവം മകനെ ചോദിച്ചപ്പോൾ അബ്രഹാം ഹി വാസ് വില്ലിംഗ് ടു ഗീവ്. ദൈവത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുവാൻ അവൻ വില്ലിംഗ് ആയിരുന്നു. സ്തോത്രം. അവൻ എന്താ ചെയ്തത്? സ്തോത്രം. മകൻ ചോദിച്ചു, അപ്പാ പോകുന്ന വഴിക്ക് ചോദിച്ചു, അപ്പാ ആട്ടിൻകുട്ടി എവിടെ? സ്തോത്രം. അവൻ എപ്പോഴും കണ്ടിട്ടുള്ളത് അപ്പൻ ആട്ടിൻകുട്ടിയെ കൊണ്ട് പോകുന്നതാ. പക്ഷെ ഇന്ന് പോകുമ്പോ അബ്രഹാമും മോനും തനിച്ചേ ഉള്ളു. സ്തോത്രം. അതുകൊണ്ട് മോൻ ചോദിച്ചു, അപ്പാ ഹോമയാഗത്തിലുള്ള ആട്ടിൻകുട്ടി എവിടെ? സ്തോത്രം. അപ്പോൾ അബ്രഹാം പറഞ്ഞൊരു മറുപടിയുണ്ട്, മകനെ കർത്താവ് കരുതിക്കൊള്ളും. ഹാലേലൂയ. സ്തോത്രം. എബ്രായർക്കെഴുതിയ ലേഖനം നാം വായിച്ചു വരുമ്പോൾ അവിടെ വ്യക്തമായ അബ്രഹാം ചിന്തിച്ചൊരു കാര്യത്തെ കുറിച്ച് ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. സ്തോത്രം. ഹാലേലൂയ. സ്തോത്രം. ഇങ്ങനെയാ പറയുന്നത്. സ്തോത്രം. അവന്റെ ഉള്ളിൽ ഒരു ശക്തമായ ഒരു ഗോഡ്ലി ഫെയ്ത്ത് ഉണ്ടായിരുന്നു. എന്റെ ഇസഹാക്ക് മരിച്ചാലും ജീവിപ്പിക്കുന്ന ദൈവം എന്നോട് കൂടെയുണ്ട്. അവൻ തന്റെ ഇസഹാക്കിനെ ചാകുവാൻ അനുവദിച്ചു. ഒരു നിമിഷത്തേക്ക് സ്വർഗത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി തന്റെ ഇസഹാക്കിനെ വിട്ടുകൊടുക്കുവാൻ അബ്രഹാം അനുവദിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. തന്റെ വാഗ്ദത്തത്തെ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകുമെന്ന് വചനം പറയുന്നത് പോലെ തന്റെ ഇസഹാക്കിനെ, തന്നെ ഏറ്റവും സ്നേഹിച്ച ഇസഹാക്കിനെ ദൈവ ഇഷ്ടത്തിന് വേണ്ടി ചാകുവാൻ
വിട്ടുകൊടുക്കുവാൻ അബ്രഹാം അനുവദിച്ചപ്പോൾ സ്തോത്രം നോക്കിക്കേ, ഒരു അസാധാരണ ദൈവപ്രവൃത്തി അബ്രഹാമിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ദൈവമക്കളെ, പകൽക്കാലം ഞാൻ പറയട്ടെ, ഇതുപോലെ സ്തോത്രം ദൈവിക വാഗ്ദത്തങ്ങളെ ചാകുവാൻ ഇറ്റ് മീൻസ് ഒരു പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വരും ചിലത് പ്രാപിക്കുവാൻ. ക്രിസ്ത്യ ജീവിതത്തിൽ നിൽക്കണമെങ്കിൽ വലിയ വില നാം കൊടുക്കേണ്ടി വരും. അത് കൊടുക്കുവാൻ തക്കവണ്ണം നാം മനസ്സുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്തോത്രം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ തക്ക സമയത്ത് അബ്രഹാമിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ പകൽക്കാലം ചിലരുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. നിരാശകളൊന്ന് മാറട്ടെ. സ്തോത്രം സാധ്യതയില്ല എന്ന് തോന്നുന്ന ചില വിഷയങ്ങളുടെ മധ്യേ സ്തോത്രം അപ്പന് നന്ദി കൊടുത്തിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങയുടെ ഹിതത്തിനായി വെയിറ്റ് ചെയ്യുക, ഞാൻ അങ്ങയുടെ പദ്ധതിക്കായി വെയിറ്റ് ചെയ്യാൻ കർത്താവേ. സ്തോത്രം, ഞാൻ അങ്ങയുടെ സമയത്തിനായി വെയിറ്റ് ചെയ്യാൻ കർത്താവേ. പലപ്പോഴും ദൈവഹിതം നമ്മുടെ ജീവിതം നിറവേറപ്പെടാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? അത് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നാം വെയിറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. നമുക്ക് പലപ്പോഴും ആഗ്രഹം നമ്മുടെ സമയത്തല്ല നടക്കണമെന്ന. സ്തോത്രം, നമ്മൾ പറയുന്ന വഴിയെ നമ്മൾ ട്യൂൺ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണമെന്ന്. എന്നാൽ ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, സ്തോത്രം, വിശ്വാസമുണ്ടെങ്കിൽ കാത്തിരിക്കാനുള്ള മനസ്സ് കർത്താവ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്, ദൈവവുമായിട്ടുള്ള ആശ്രയത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. സ്തോത്രം, ഒരൊറ്റ ദൈവിക വാഗ്ദത്തവും ദൈവവുമായിട്ട് ഉറപ്പുള്ള ബന്ധമില്ലാത്തവർക്ക് വേണ്ടി ദൈവം തുറക്കുകയില്ല. കോതമ്പുമണി നിലത്ത് വീണ് ചാവുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. സ്തോത്രം, ചത്തുവെങ്കിലോ അധിക ഫലം പുറപ്പെടുവിക്കും. എന്റെ സാക്ഷ്യം കൂടി ഞാൻ ചേർത്ത് പറയാം. എന്റെ പിതാവ് ഞങ്ങൾ വിശ്വാസിച്ചിട്ട് ഇറങ്ങി തിരിച്ചിട്ട് കാറ്റും കോൾ എന്റെ മമ്മിയോട് ഇരിക്കുന്നുണ്ട്. മമ്മിക്ക് അറിയാം. സ്തോത്രം, ശക്തമായ പ്രതിസന്ധി ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. സ്തോത്രം, എനിക്ക് 20 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമായി തീർന്നിട്ട് ഞാൻ പഠിച്ചുകൊണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് സ്തോത്രം, എന്റെ പിതാവ് ഈ ലോകത്ത് നിന്ന് വളരെ വലിയൊരു മാരക രോഗത്താൽ ക്യാൻസറാൽ മാറ്റപ്പെടാൻ ഇടയായിത്തീർന്നു. സ്തോത്രം, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ഒത്തിരി ചോദ്യം ചെയ്ത അനുഭവമാണ്. ഞങ്ങൾ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ വിശ്വാസി വന്നു. ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം ഞങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ഒരു സാഹചര്യം. ഞാൻ അതുവരെ അറിഞ്ഞിട്ടുള്ളത്, പള്ളിയിൽ പ്രസംഗിച്ച് കേട്ടിട്ടുള്ളത് സൗഖ്യമാക്കുന്ന യേശുവിനെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സൗഖ്യമാക്കുന്ന യേശുവിനെ. പക്ഷെ ദൈവാത്മാവ് ഏകദേശം 1 വർഷം മുമ്പ് എന്നോട് ഇടപെട്ട്, പ്രിയ പൈതലേ, നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുക. അനേകർ വിശ്വാസം വിട്ടുപോകും. പക്ഷെ നീ എനിക്ക് വേണ്ടി നിൽക്കുമോ? എന്റെ കർത്താവിനോട് ചോദിച്ച ചോദ്യമാ. കർത്താവ് ചോദിക്കുമ്പോൾ എനിക്ക് അതിന്റെ ആഴം അറിയത്തില്ലായിരുന്നു കേട്ടോ. എന്ത് പ്രതിസന്ധിയാ വരാൻ പോകുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. സ്തോത്രം, എന്നാൽ പ്രതിസന്ധി കടന്നു വന്നപ്പോൾ എന്റെ അപ്പൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കെല്ലാം എത്ര പ്രിയം, എനിക്ക് അറിയത്തില്ല, എനിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. അത്രയ്ക്ക് നല്ലൊരു പിതാവായിരുന്നു. സ്തോത്രം, ഹാലേലൂയ. എന്നാൽ ഇസഹാക്കിനെ ചോദിച്ചതുപോലെ എന്റെ കർത്താവ് എന്റെ പിതാവിനെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. സ്തോത്രം, എന്നാൽ ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ 3 പേരും എന്റെ മമ്മിയും അടക്കം മറ്റാരും ഞങ്ങൾക്കില്ല. ഇവൻ ഞങ്ങളെ ചർച്ച് പോലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തൊരു സാഹചര്യമുണ്ട്. എന്റെ പിതാവ് മരിച്ച രാത്രിയില് ഞങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു രാത്രിയാണെന്ന് പറയുന്നത്. സ്തോത്രം, അവിടെ കുടി വന്നിരുന്നവരെല്ലാം ഞങ്ങളുടെ ഒപ്പമുള്ള ദേവദാസനെ പിടിച്ചടിക്കാനിടയായിത്തീരുന്നു. ഞങ്ങളുടെ ചാച്ചന്റെ ബോഡിയെ കുറിച്ച് ഹിന്ദു ആചാരപ്രകാരം അടക്കണമെന്ന് പറഞ്ഞ വളരെ ബഹളങ്ങളൊക്കെ അവിടെ ഉണ്ടായി. ആ ബോഡിയെ റെസ്പെക്ട് പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള വളരെ സംഭവ വികാസങ്ങൾ രാത്രിയിൽ അവിടെ ഉണ്ടായി. സ്തോത്രം, എന്നാൽ സ്തോത്രം, എന്റെ മമ്മി അവിടെ ഇറങ്ങി വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കൂടി വന്നിരുന്ന ജനത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ബോഡി നിങ്ങൾ എന്ത് വേണേലും ചെയ്തു. കാരണം മരിച്ച എന്റെ ഭർത്താവിന്റെ ആത്മാവ് കർത്താവിനോട് കൂടിയ ഈ ബോഡി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ എന്ന്. കർത്താവ് ഞങ്ങൾ ആശ്വസിപ്പിച്ചു കേട്ടോ. ഒരു മനുഷ്യനും ആശ്വാസം തരാൻ കഴിയാതെ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾ ആശ്വസിപ്പിച്ചു, ഞങ്ങളെ ബലപ്പെടുത്തി. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ പറഞ്ഞു, ഇനി മക്കൾക്ക് റോഡാധാരം എന്ന് പറഞ്ഞു, ഇനി അവർ തെണ്ടി നടക്കുന്നത് കാണാമെന്ന് പറഞ്ഞു. ശത്രുമൻ ആഗ്രഹിച്ചു, പക്ഷേ കർത്താവ് വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ വിശ്വാസത്തിൽ നിൽക്കുന്നത് കണ്ട് ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്നറിയാമോ? വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനും. ആ വാഗ്ദത്തത്തിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് കൊണ്ടുമാ. ജീവിതത്തിൽ നിസ്സാര കാര്യം നമ്മുടെ ജീവിതത്തിൽ അനേക നാൾ പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ വരുമ്പോൾ ദൈവത്തെ കുറ്റം പറഞ്ഞ് മാറുന്ന അനേകർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ട് എന്റെ ദൈവം എന്നെ വിടിപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് എന്റെ കർത്താവിനെ സഹായിക്കുന്നില്ല? എന്തുകൊണ്ട് അവരെ അനുഗ്രഹിക്കുന്നു, ഇവരെ അനുഗ്രഹിക്കും? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റമില്ലാതെ ചോദിക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒന്ന് പുറത്ത് ദൈവ പൈതലെ, എന്റെ പിതാവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിത്യതയെ നമ്മെ ചേർക്കുവാനാ. സ്തോത്രം, അതിലോട്ടുള്ള യാത്രയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മുടെ കൂടെയുള്ളവരും അവിടെ
എത്ര എന്റെ ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുക, എന്റെ പിതാവ് ഇപ്പൊ നിത്യതയിലുണ്ട്. അതിലും വലിയ സന്തോഷം എനിക്ക് മറ്റൊന്നുമില്ല. ഹാലേലു ഞങ്ങളും ഹാലേലുയ അങ്ങോട്ട് എത്തുവാനുള്ള യാത്രയില്ല. ഹാലേലു ഈ പകൽക്കാലം ഹാലേലുയ സ്തോത്രം ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, സ്തോത്രം. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന വാഗ്ദത്ത നിവൃത്തി അതാണ്. റിബലവ ശന്തൽ കൗടി. ഈ ഭൂമിയിൽ നമുക്ക് എന്തെല്ലാം ഉണ്ട്, ഹല്ലേലൂയ, ഇല്ല എന്നുള്ളതല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ വചനം പറയും, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതാകട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുമെന്ന് വചനം പറയുമ്പോൾ സ്തോത്രം. ഇപ്പൊ ഈ പകൽക്കാലം നാം ചിന്തിക്കണം, അപ്പാ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ, സ്തോത്രം, എന്റെ കർത്താവിന് നന്ദി പറയുവാൻ, ഹല്ലേലൂയ, അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി നിൽക്കുവാൻ, ആ മഹത്വത്തിനു വേണ്ടി ഓടുവാൻ അപ്പാ അങ്ങ് സഹായിക്കണമെന്നൊരു പ്രാർത്ഥന ഈ പകൽക്കാലം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. കാരണം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തന. വചനം ഇങ്ങനെ പറയുന്നത്, സ്തോത്ര, യെശയ്യാ പ്രവചനം 64:4 ഇങ്ങനെ പറയുന്നത്, നീ എല്ലാവരും ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. സ്തോത്ര. കാരണം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിന്റെ സെന്റർ യേശു കർത്താവാണെങ്കിൽ ആ ഒരു വിശ്വാസം നമുക്കുണ്ടാവണം. നമ്മുടെ ജീവിതത്തിലെ നാം കടന്നു പോകുന്ന ഹല്ലേലൂയ പ്രയാസങ്ങളെ നോക്കി, പ്രതികൂലങ്ങളെ നോക്കി, ഹല്ലേലൂയ അതിന് യേശുവിന്റെ നാമത്തിൽ വിടുതലയപ്പാൻ, സൗഖ്യമാക്കുവാൻ, ആ പ്രതിസന്ധിയെ മാറ്റുവാൻ, അല്ല കടലെ അടങ്ങുക, അല്ലെങ്കിൽ ആ കാറ്റെ ശാന്തമാക്കുക എന്ന് പറയുവാൻ ധൈര്യമുള്ള അഭിഷേകം നമ്മൾ വ്യാപരിക്കുന്നുണ്ട്. അഭിഷേകത്തിന്റെ വില നാം തിരിച്ചറിയണം. പ്രതിസന്ധികളുടെ മധ്യേ ഞാൻ തനിയെ അല്ല, ഞാൻ ഒറ്റയ്ക്കല്ല. ഹാലൂയ റിബലബലബ ശന്തൽ കൗഡ. ഞാൻ ഒറ്റയ്ക്കല്ല. ഈ പകൽക്കാല ചിലരത് പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്കല്ല. Rigamana hasta jana ribalava shandal kauda regana ഹാലേലൂയ. എടാനി പറയണം കേട്ടോ, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ യേശു എന്റെ കൂടെയുണ്ട്. അഭിഷേകം എന്നെ വഴി നടത്ത റിഗന ഹസ്ത. ജീവിതത്തിൽ മുന്നോട്ടുള്ള ചില യാത്രകളിൽ ഹാലേലൂയ ഹാലേലൂയ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നില്ലേ, പലതിനെ ചൊല്ലി ഭാരത്തോടെ ഈ പകൽക്കാല ദിവസത്തിലായിരിക്കുന്നില്ല, ചില ക്വസ്റ്റ്യൻ മാർക്കുമായി ദിവസത്തിൽ ഇരിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഞാൻ പറയട്ടെ, ഹാലേലൂയ ദൈവ പൈതലെ കർത്താവിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന കാര്യമാ, അല്ല നീ ഒറ്റയ്ക്കല്ല കേട്ടോ. ചില അസാധാരണ കാര്യങ്ങൾ, ചില തീയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും ആഞ്ഞടിച്ചപ്പോഴും നിലനിർത്തിയത് ഞാനാണെങ്കിൽ മുന്നോട്ടുള്ള യാത്രയിലും റിബലവ ശന്തൽ കൗഡ നിന്നെ നിലനിർത്തുവാൻ, നിന്നെ മാനിക്കുവാൻ യഹോവയുടെ കരം കൂടെയുണ്ട്. നീ പകൽക്കാലം തിരിച്ചറിയണം കേട്ടോ. റിബലവ ശന്തൽ കൗഡ രഗന അസ്തൽ കൗഡവ രഗജന ധുരികടഗസ്തി ദീവരബലവ ശന്തൽ കൗഡ. ദൈവശക്തി ഏറ്റെടുത്തെ ആത്മാവിൽ അന്യഭാഷയിലൊന്ന് സ്തുതിച്ച കർത്താവിനെ, ആ ദൈവശക്തി നിങ്ങളുടെ ഭവനത്തിൽ നിറയട്ടെ. ആത്മാവിന്റെ സാന്നിധ്യം നിങ്ങൾ ആയിരിക്കുന്ന മൺകൂടാരങ്ങൾ നിറയട്ടെ. പകൽക്കാലം നിങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളികൾ റിഖമന ഹദുരി ഘടക സന്തൽ കൗഡ രഗന ഹസ്തേ റിബാലവ ശന്തൽ കൗഡ. ഹാലല ദൈവം ഇറങ്ങുമ്പോൾ, റിഖമന ഹദുരി ഘടക ദൈവം ഇറങ്ങുമ്പോൾ ഈ പകൽക്കാലം പറയട്ടെ, തീയുടെ സ്വഭാവം മാറും കേട്ടോ. ഒരുപക്ഷെ തീയിലായിരിക്കാം പിശാച് നിങ്ങളെ വലിച്ചൊരിഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അഗ്നിസർപ്പ ഹല്ലേലൂയ അനലി അവിടെ ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സ്തോത്രം, ദൈവഹിതപ്രകാരം നീ തീയിലാണെങ്കിൽ തീയുടെ സ്വഭാവം മാറും കേട്ടോ. ചിലരുടെ ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഹാലേലൂയ തീയുടെ സ്വഭാവം ദൈവം മാറ്റും കേട്ടോ. അത് നിങ്ങൾ മാത്രമല്ല, മറ്റുള്ളവർ കൂടെ അനുഭവിച്ചറിയത്തക്ക നിലവാരത്തിൽ in the mighty name of Jesus. കർത്താവേ ഈ പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുന്നു, ചിലർ അനുഭവിക്കുന്ന തീയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ തീയുടെ സ്വഭാവത്തെ മാറ്റി ചില ദൈവ പ്രവർത്തികൾ ഭവനത്തിനകത്ത് വെളിപ്പെടട്ടെ. ഒരു വലിയ സ്വസ്ഥത ഈ പകൽക്കാലം ചില കുടുംബങ്ങൾ വെളിപ്പെടട്ടെ കർത്താവ്. Rikamana haduri bala bala ba shamdala duri gadagasi dhiba baba shikha bara rikamana ribala bala ba shamdala duri gadagasi. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വലിയ സ്വസ്ഥതകൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. വലിയ സമാധാനങ്ങൾ വെളിപ്പെടട്ടെ കർത്താവേ. പ്രാർത്ഥനയുടെ അന്തരീക്ഷങ്ങൾ വെളിപ്പെടട്ടെ. ദൈവവുമായിട്ട് ആഴത്തുള്ള ചില ബന്ധത്തിലോട്ട് പിശാച് ഡ്രാഗ് ചെയ്യുന്ന അനുഭവങ്ങളെ, ഓ ജീസസ്, യേശുവിന്റെ നാമത്തിൽ അതിനെ കർത്താവേ ഒരു പുറം കാൽക്കണ്ടത് തൊഴിച്ചു മാറ്റിയിട്ട് വാഗ്ദത്തത്തിലോട്ട് കയറി യാത്ര ചെയ്യുവാൻ ഈ പകൽക്കാല കർത്താവ് ചിലരെ സഹായിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പകൽക്കാലം ഹൃദയമക്കളെ കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാണ് നമ്മത്തിനത് താഴ്ച ഏൽപ്പിച്ച് ദൈവ വാഗ്ദത്തങ്ങളെ നിറവേറുന്ന പകൽ.
ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ചിലത് കർത്താവ് നിങ്ങളോട് പേഴ്സണലായിട്ട് സംസാരിക്കട്ടെ. കർത്താവിന് സംസാരിക്കാനുണ്ടതേ. ഒരുപക്ഷെ ദർശനത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വെളിപ്പാടിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രവചനാത്മാവിലായിരിക്കാം. ദൈവത്തിന് സ്പെഷ്യലി പകൽക്കാലം സംതിങ് കർത്താവിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഏൽപ്പിച്ചു കൊടുത്തേ. അപ്പ എന്നോട് ഇടപെടണം. നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ, നമ്മൾ പാടിയതുപോലെ ആഴത്തിൽ കർത്താവെ എന്നോട് ഇടപെടണമേ. ആത്മാവിൽ എന്നോട് ഇടപെടണമേ. In the mighty name of Jesus കർത്താവേ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്തു. ഈ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവേ. സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന കർത്താവേ, എല്ലാ ഡിവൈസിനായിട്ട് അവരുടെ കുടുംബത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ ദൈവിക സ്വസ്ഥത, ദൈവിക വാഗ്ദത്തങ്ങളുടെ യാത്രകൾ ചിലർ ആരംഭിക്കട്ടെ കർത്താവ്. ആരെങ്കിലും ട്രാക്ക് മാറി ഓടുന്നുണ്ടെങ്കിൽ പകൽക്കാലം കർത്താവിനെ റീഡയറക്ട് ചെയ്യണമേ കർത്താവ്, റീറൂട്ട് ചെയ്യണമേ കർത്താവ്. ഹല്ലേലൂയ. ചിലർ ഉറപ്പിക്കണമേ കർത്താവ്, വിശ്വാസത്തിൽ വർദ്ധിക്കുവാൻ സഹായിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സഖിത്വത്തിലോടി പകൽക്കാലം ചിലരെന്ന് ആഴത്തിലിറങ്ങട്ടെ കർത്താവ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.